ഇതവിടെ നിന്നിട്ട് ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. നല്ല തണുത്തൂടെ. വെൽക്കം ടു കസക്കിസ്ഥാൻ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് റൂം കയറി കഴിഞ്ഞാൽ മുട്ടുവരൊക്കെ താന്ന് പോണ്ടിട്ടാ മഞ്ഞില്. കുതിരയിറച്ചി കഴിച്ചിട്ടുണ്ടാ? സ്കേറ്റിംഗ് പൊളിയാട്ടാ അല്ലേ? കസാക്കിസ്ഥാനിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം കേട്ടാ. ഒരു കത്തീഡ്രൽ ഇല്ലേ, ആ കത്തീഡ്രൽ കാണാൻ രാവിലെ വീണ്ടും വന്നു നോക്കാൻ കേട്ടാ. നമ്മൾ ഇന്നലെ രാത്രി വന്ന സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നല്ലേ, അതുകൊണ്ട് ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല. ഇപ്പൊ രാവിലെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് അറിയൂല, പക്ഷെ രാവിലെ വന്നിട്ടുണ്ട്. ഇപ്പൊ സമയം രാവിലെ ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട് കേട്ടാ. കത്തീഡ്രൽ 7 മണിക്ക് തുറക്കുന്നതാണ് അവർ പറഞ്ഞത്, പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രീൻ ബസാർ 9 മണിക്ക് തുറക്കുള്ളൂ പറഞ്ഞു. അപ്പൊ ആ ഗ്രീൻ ബസാറും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം കണക്കാക്കി വന്നത്. റെജി ആൻഡ് മേരി സാവിയൊക്കെ ഹോട്ടലിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ ഞാൻ ഇതൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും റെഡിയായി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ട്രീ ഹൗസിലേക്ക് വിടുട്ടാ. ട്രീ ഹൗസിന് വേറൊരു പേരുണ്ട്, അത് എപ്പോഴും വിട്ടുപോകും നമ്മൾ. ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പം അത് കിഡ്ലൻ സെറ്റപ്പാട്ടാ. നമുക്ക് ഇന്ന് ഇവിടെ രാവിലെ ഈ കത്തീഡ്രലും ഗ്രീൻ ബസാറും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ചെക്കൗട്ട് ചെയ്യുക, പോവാട്ടാ. അപ്പം നമുക്ക് കത്തീഡ്രലിലെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് നോക്കിയാലോ. നമുക്ക് വലിയൊരു പാർക്ക്, ആ പാർക്കിന്റെ നടുവിൽ ഒരു പള്ളി എന്ന് പറയില്ലേ, നിറച്ച് മരങ്ങളുണ്ട്, ക്ലീനാണ്, ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കാനുള്ള പാത നോക്ക് നിങ്ങൾ, എത്ര വീതിയിലാണ് നടപ്പാത. ഒരെണ്ണം എന്നല്ല കേട്ടാ, എല്ലാ സ്ഥലത്തോടും ഉണ്ട് നടപ്പാതകൾ. കത്തീഡ്രൽ കാണാൻ വന്നൊക്കെ നമ്മൾ കേട്ടാ. സൂപ്പർ ആയിട്ടില്ലേ, കിട്ടിയില്ലേ പള്ളിയാണ് കേട്ടാ. ഫുള്ള് മരം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ കേട്ടത്. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. പള്ളിയുടെ 4 വശത്ത് നോക്കിയാലും എല്ലാം ഏതാണ്ട് ഫ്രണ്ട് പോലെ തന്നെ തോന്നുന്നുണ്ട്. എല്ലായിടത്തും ഒരു എൻട്രൻസ് ഉണ്ട്. നമുക്ക് എൻട്രൻസിന്റെ അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചിത്രപ്പണികളും രൂപങ്ങളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ്. ഒരു ചേട്ടൻ പുറത്തിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് 2-3 സെക്ഷനൊക്കെ ആയിട്ടാണ് പള്ളി ഉള്ളത്. ഒരു 10-20-25 ആളുകൾ, കുറച്ച് പ്രായമുള്ള കസാക്കിസ്ഥാൻ നാട്ടുകാർ അവിടെ നിന്ന് കുർബാന കൂടുന്നുണ്ട്. 1-2 അമ്മച്ചിമാർ അവിടെ നിന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളേ കസാക്കിസ്ഥാനിൽ വന്നിട്ട് ഒരു കുർബാന കണ്ടുട്ടാ. ഫുള്ള് കണ്ടില്ല, ജസ്റ്റ് കയറിയ സമയത്ത് കുർബാന നടക്കുന്നുണ്ടായിരുന്നു. ഒരു 10-25 ആൾക്കാരൊക്കെ ഉണ്ട്, അത്ര ആൾക്കാരുള്ളൂ. ചെറിയ പള്ളിയുടെ ഉള്ളിൽ. ഇപ്പൊ സമയം രാവിലെ ഏകദേശം 9 കാലമായിട്ടാ. പക്ഷെ റോട്ടിൽ ഇങ്ങനെ വണ്ടികളുടെ ചെറിയ തിരക്കുണ്ടെന്നല്ലാതെ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. എല്ലാ ഷോപ്പുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കളിക്കുന്നതാണ്. ഇപ്പുറത്തൊക്കെ നോക്കിയാൽ കാണാണ്ടല്ലേ, ആ കോഫി ഷോപ്പ് സംഭവങ്ങളൊക്കെ ക്ലോസ് തന്നെയാണ്. അങ്ങനെ നമ്മളീ അവരുടെ ഗ്രീൻ ബസാറിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അവിടെ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെക്ഷനുകളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മാർക്കറ്റ് കാണുന്നത് പോലെ തന്നെ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വന്നു എന്നുള്ളൂ. പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ ഇവിടെ ഇങ്ങനെ കുതിരയിറച്ചി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ബീഫും മട്ടനൊക്കെ വെച്ച പോലെ ഇവിടെ കുതിരയിറച്ചി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിട്ടാ. ഇതിൻ്റെ കുറച്ച് മണമൊക്കെ ഉണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ. അതൊന്നും കുഴപ്പമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗ്രീൻ ബസാർ എന്ന് പറയുന്നത് കേട്ടോ. രാവിലെ ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടാ. ഇവിടെ 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളീ കസാക്കിസ്ഥാൻ ഹോട്ടലിൽ നമ്മുടെ ആദ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു നോക്കാണ്. അപ്പോൾ ഒരുപാട് ഏരിയ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ ഹോട്ടലാണല്ലോ. നമ്മൾ പല സ്ഥലത്തും പോയി നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങളും അവിടെയുള്ള പല ഭക്ഷണ സാധനങ്ങളും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ടും നമ്മൾ മുൻപ് കഴിച്ച് പരിചയമില്ലാത്തതായതുകൊണ്ടും നമുക്ക് ഒരുപാട് വിഭവങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൽ കുറേയൊന്നും ചിലപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ അവിടെ ഉണ്ട് കേട്ടോ. കസക്ക് ഫുഡുകളും പിന്നെ ഇന്റർനാഷണലി കഴിക്കാവുന്ന കുറേ ഫുഡുകളുണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചു, എൻജോയ് ചെയ്തു. കുറേ സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് പറ്റിയ സാധനങ്ങൾ അധികം ഇല്ല, എന്താ അല്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാട്ടാ. നല്ല ഫുഡായിരുന്നല്ലോ, അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളേ കസാക്കിസ്ഥാൻ ഹോട്ടലിനോട് വിട പറഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാട്ടാ. ഓൾമോസ്റ്റ് 11:30 ടൈം, 12 മണിക്കാണ് ചെക്കൗട്ടിന്റെ ടൈം. അപ്പം നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ട്രീ ഹൗസിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മളീ പ്രശസ്തമായ കസാക്കിസ്ഥാൻ ഹോട്ടലിനോട് വിട പറഞ്ഞ് അവിടുത്തെ ചെക്കൗട്ട് പരിപാടികളൊക്കെ കഴിച്ച് നമ്മൾ ഈ ആൻഡെക്സിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10-25-30 കിലോമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഐക്കുറാഗി എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ റിസോർട്ട് കാണാൻ പോകാൻ. പോകുന്ന വഴിയിലൊക്കെ 2 സൈഡിലും ഒരുപാട് സ്നോ കാര്യങ്ങൾ വില്ലേജൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം അവിടെ എത്താൻ കേട്ടോ. ഈ റിസോർട്ട് നിങ്ങൾ കസാക്കിസ്ഥാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് എന്ന് നമുക്ക് പറയാവുന്ന കിടിലൻ പ്ലേസുകളിൽ ഒന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഇവിടുത്തെ താമസം ഭയങ്കര വെറൈറ്റിയാണ്. നമ്മൾ താമസിക്കാൻ പോകുന്ന റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അൽമാട്ടിന്ന് ഏകദേശം 1 hour ടാക്സിയിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ മൗണ്ടൻ ട്രീ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
ഏകദേശം 6400 ടെങ്കിയാണ് നമുക്ക് വന്നത്. ഒരു 2000 ടെങ്കി ഇവിടെ ഒരു ടോള് പോലെ ഇങ്ങോട്ട് കിടക്കാനുള്ള ചാർജ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ വന്ന് ഇതാണ് ഇതിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയ വരുന്നത്. അപ്പോൾ താഴെ പോയിട്ട് നമുക്ക് റിസപ്ഷനിലെ കാര്യങ്ങൾ ചോദിക്കണം, ബാഗ് ലോക്കറിൽ വെക്കണം. നമ്മുടെ ചെക്ക് ഇൻ ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത് 3 മണിക്കാണ്. അപ്പം നമുക്ക് അതുവരെ ലോക്കറിൽ വെച്ചിട്ട് പിന്നെ വന്ന് ചെക്ക് ഇൻ ചെയ്യണം. അപ്പം നമ്മളേ ബാഗ് സാധനങ്ങളൊക്കെ അവിടെ സ്റ്റാഫിൻ്റെ ഒരു ലൊക്കേഷനിൽ വെച്ചു കേട്ടോ. അവർ ലോക്കറൊന്നും എടുക്കാൻ പറഞ്ഞില്ല, നിർബന്ധിച്ചില്ല. പിന്നെ ഒരു പേപ്പറൊക്കെ പിടിച്ച് മേടിച്ചിട്ടുണ്ട്. എന്ത് സാധനത്തുമ്പോൾ തൊട്ടാലും ആശാക്കിയാലും പൈസ മുടിക്കുന്നതുകൊണ്ട് സ്പൂണ് ഫോർക്കിന് വരെ പൈസ ചെയ്തിട്ടുണ്ട് അവർ. മൗണ്ടൻ റിസോർട്ടിൽ വന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ കേബിൾ കാറിൽ മുകളിലേക്ക് പോവാണ് കേട്ടാ. സൂപ്പർ ആയിട്ടില്ലേ ഇത്. നമ്മൾ ബാഗ് ഇട്ടിട്ട് കയറുമ്പോഴേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ചാടി കയറി ഇരിക്കണത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കൊന്നുമില്ല. അതങ്ങനെ ഒരു സ്ലോ ആവുന്നു മാത്രമേ ഉള്ളൂ പറയല്ലേ. ഇവിടെ നമുക്ക് ഏകദേശം 3 ലെവലാണ് ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ റിസപ്ഷനിൽ നിന്ന് കയറിയത് കാരണം നമ്മൾ സെക്കൻഡ് ലെവലിൽ നിന്ന് തേർഡ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴത്തോട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ 3 ലെവലും താഴത്തോട്ട് ഇറങ്ങി അവിടെ ഏറ്റവും അടിഭാഗത്ത് എത്തിയത്. ഇത് ടൈമിംഗ് വരുന്നത് 5 മണി വരെയാണ് ടൈമിംഗ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ടിക്കറ്റ് വൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 മണി വരെ ടൈമിൻ്റെ ഉള്ളിൽ എത്ര തവണ വേണേൽ നമുക്ക് പോയി വരാം. അതിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 4 പേർക്കും ചവിട്ടുള്ള സാധനം ഉണ്ട്. അത് നമ്മുടെ ഈ ബോഡീൻ്റെ ഇപ്പുറത്തേക്കായിരുന്നു ഞാൻ ഇരിക്കേണ്ടത്. നമ്മൾ ചാടി കയറി ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ മൂത്ത മുതലടച്ചു ഈ സാധനം. അപ്പോൾ നമ്മൾ ഈ കാലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയിന്ന് പറയില്ലേ. എൻ്റെ കുഞ്ഞിമുത്തിനൊന്നും കാലി ചവിട്ട സ്ഥലമില്ലാണ്ടായി. അപ്പം നമ്മളേ മുകളിലേക്ക് ഇങ്ങനെ പോവാട്ടാ അടിപൊളിയായിട്ട്. നല്ല ഫുള്ള് മഞ്ഞാണ് കേട്ടോ നമുക്ക് ചുറ്റും. പക്ഷെ അതിൻ്റെ ഒരു തണവൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണില്ല. പക്ഷെ എന്നാലും പുറത്ത് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഒരു 10 ഡിഗ്രി 15 ഡിഗ്രി ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ താഴെ മുഴുവൻ മഞ്ഞുണ്ട്. നല്ല രസമുണ്ടായിട്ട് പോവാൻ. നമുക്ക് ഒരാൾക്ക് 4000 ടെങ്കിയാണ് വന്നത്. ഈ കുട്ടിക്ക് മാത്രം 2000 ടെങ്കി, ചെറിയ കുട്ടിയായ കാരണം. ഇവൾക്കൊക്കെ 3 അഡൾട്ടിന് 12000, ഇവന് 2000, 14000 ടെങ്കിയാണ് കേട്ടാ നമുക്ക് ഇതിന് ചാർജ് വന്നത്. അപ്പ് ആൻഡ് ഡൗൺ. ഇവർക്ക് അവിടെ എന്തോ പറയുക പുതിയൊരു സ്ഥലം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞവര്. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ബസ്സിൽ 2 കിലോമീറ്റർ താഴത്തേക്ക് പോകണം വേണം. പിന്നെ അവിടെ നമ്മൾ വീഡിയോ അടിച്ച് നോക്കിയപ്പോൾ സ്കീയിങ് മാത്രമേ കാണുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെവലിലെത്തിയപ്പോൾ നമ്മളിങ്ങനെ ചാടി ഇറങ്ങി തന്നെ നിങ്ങൾ കണ്ടത് കേട്ടാ. ഇങ്ങനെ ചാടി ഇറങ്ങാനും കയറാനും ഒരു ചെറിയ നാക്ക് വേണം. നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ട് ഇവിടെ ഒരു ഫോട്ടോ പോസ്റ്റിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, ഫ്രെയിം ഉണ്ട് കേട്ടാ. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുക. അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ നമ്മൾ മുകളിലത്തെ ലെവലിൽ നിന്ന് താഴത്തോട്ട് പോവാട്ടാ. രജിയാൻമേരി സാവിയാനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ അതിൽ ആദ്യം കയറി വന്നിട്ട് ഇത്ര കാറ്റുണ്ടായിരുന്നില്ല അല്ലേ. ഈ ഭാഗത്തിലൂടെ നല്ല കുത്തനുള്ള ഇറക്കാം. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. ഇതിങ്ങനെ നിൽക്കാനുള്ളൊരു സൗകര്യം വേണം കേട്ടോ, സ്വസ്ഥമായിട്ട് കയറാൻ അല്ലേ. ഇത്തിരി പ്രായമുള്ളവർക്കൊന്നും കയറാൻ തന്നെ എളുപ്പമല്ലത്. കാരണം ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവണില്ല. ഇതിങ്ങനെ ഒരു ഇടയിലൊക്കെ ഇപ്പൊ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അല്ല ബാഗ് എന്നല്ല, ഇപ്പൊ നിനക്കൊരു ചെറിയ കുട്ടീൻ്റെ വിചാരിക്കുക, ഒരു 2-3 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ. ഇവിടെ 7 വയസ്സുള്ള കുട്ടീൻ്റെ ആയിട്ട് തന്നെ പ്രശ്നമാവണു. നമ്മൾ നിന്നുട്ടാ. ഇതടയിൽ നിന്നുട്ട ഗൈസ്. നിന്നു മാത്രല്ല ഇതാണ് റൂട്ട്. ഇവിടെ നമുക്ക് കേബിൾ കാർ മാത്രമല്ലാതെ സിപ്പ് ലൈന്, ഹോഴ്സ് റൈഡിങ്, ട്യൂബ് സ്ലൈഡ്, സ്കീയിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികൾ വേറെ ഉണ്ട് കേട്ടോ. കസാഖിസ്ഥാനിലെ മൗണ്ടൻ റിസോർട്ടിൽ വന്നിട്ട് ഒരു മൊഹീറ്റോ മേടിച്ചിട്ടുണ്ട്, ഒരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്, ഒരു കാപ്പച്ചിനോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ സംസ, നമ്മുടെ നാട്ടിലെ സമൂസ എന്ന് പറയില്ലേ, അതുപോലെ ഒരു ചിക്കനും ഒരു ബീഫാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനായിട്ട് ഷട്ടിൽ ബസ് ഉണ്ട് കേട്ടോ. ഷട്ടിൽ ബസ്സിന്റെ സമയമൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ പറ്റുകയാണെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള വണ്ടി കാത്തേക്ക് കേട്ടോ. ഇതേപോലത്തെ വണ്ടിയിൽ നമ്മളെ കൊണ്ടുവന്നാക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് ഇവിടെ വെയിറ്റ് ആക്കി നിൽക്കുകയാണ്. ചുറ്റും നല്ല സ്നോ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും അടിപൊളിയായിട്ട്. നല്ല സ്നോ ഉണ്ടെങ്കിലും ഒരു വിരോധാഭാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷ്ണം എടുക്കുന്നുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല സൺ ടാൻ അടിക്കുന്നുണ്ട്. ഇത് ക്രീം കൊണ്ടുവന്നാലേ ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയ കാരണം അതൊക്കെ കട്ടയ പോലെ ആവാണ്, പൊടി പോലെ ആവാണ് അല്ലേ. വണ്ടി വന്നിട്ടാ. അപ്പൊ നമ്മുടെ ഈ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ ട്രീ ഹൗസിന്റെ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറിയിട്ട് എങ്ങനെ പോകും എന്ന കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോഴാണ് ഹോട്ടലുകാർ തന്നെ ഒരു വണ്ടിയും അറേഞ്ച് ചെയ്ത് അവരുടെ 2 ജോലിക്കാരും വന്നിട്ടാ. അപ്പോൾ അവർ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ റൂമിൽ മുകളിൽ സ്റ്റെപ്പ് ഒക്കെ കയറി മുകളിൽ വരെ നമുക്ക് കൊണ്ടുവച്ച് തന്നുട്ടാ. അതുപോലെ ആദ്യമായിട്ട് തണുപ്പ് രാജ്യത്ത് അല്ലെങ്കിൽ മഞ്ഞുള്ള സ്ഥലത്തേക്ക് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീം തണുപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് ഒരു മാർച്ച് മാസത്തിലൊക്കെ വരികയായിരിക്കും നല്ലത് കേട്ടോ. അതായത് മാർച്ചിലൊക്കെ
ഇപ്പൊ നമ്മൾ വന്നത് മാർച്ച് 21 ഇപ്പൊ ഇത് ഡേറ്റ്. ഈ ഡേറ്റിൽ നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാം അത്യാവശ്യം സ്നോ എല്ലായിടത്തും ഉണ്ട്. അതായത് സിറ്റിയിലൊന്നും അത്ര സ്നോ ഉണ്ടാവില്ല, പക്ഷെ ഈ മൗണ്ടൻ ഏരിയാസിലൊക്കെ അത്യാവശ്യം നല്ല സ്നോ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പൊ ഷിംബുലാക്ക് പോയാൽ, അല്ലെങ്കിൽ ഈ മൗണ്ടൻ ട്രീ റിസോർട്ട് വന്നാൽ, പിന്നെ കെയിൻഡിയിലേക്ക് പോയപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും സ്നോ തന്നെയായിരുന്നു. പക്ഷെ ഈ അൽമാട്ടി സിറ്റിയിൽ ബാക്കി ടൗണിലൊക്കെ നോർമൽ ടെമ്പറേച്ചറാണ്. നമുക്ക് നോർമൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നടക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ആയാലും ഇത്രയും ഇപ്പൊ തണുപ്പത്തായാലും നമ്മൾ അങ്ങനെ വലിയ ഹെവി ജാക്കറ്റ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. എല്ലാവരും ഒരു നോർമൽ തെർമൽ ഇട്ടിട്ട് ഒരു നോർമൽ സ്വെറ്റ് ഷർട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ പറയില്ലേ. പക്ഷെ നമുക്ക് സ്നോയിൽ കളിക്കാം, സ്നോ എൻജോയ് ചെയ്യാം, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു എക്സ്ട്രീമിലേക്ക് വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ചെയ്യുന്ന പറയില്ലേ. പിന്നെ പലരും പറഞ്ഞു ഭയങ്കര എക്സ്ട്രീം വെതറുള്ള സമയത്താണെങ്കിൽ ഫ്ലൈറ്റ് ചിലപ്പോൾ ഡിലേ ആവാം, ക്യാൻസൽ ആവാം, അങ്ങനെ കുറച്ച് പുറത്തിറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് വരുന്നല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മാർച്ചിൽ എടുത്തത് കേട്ടോ. കസാക്കിസ്ഥാനിൽ ബുക്ക് ചെയ്തിട്ടുള്ള ട്രീ ഹൗസിന്റെ മുമ്പിൽ നിൽക്കണം കേട്ടാ. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. കണ്ടില്ലേ, ട്രീ ഹൗസ് ആണ്. നമ്മള് ഫുള്ള് മരമാണ് കേട്ടാ. ആ മരത്തിന് ചുറ്റും ആ മരത്തുമ്പിനെ ഒരു വീട് പണിത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, മരത്തുമ്പോ ഓരോ വീട് അറ്റാച്ച് ചെയ്ത് വെച്ചോക്കാണ്. അതാണ് ട്രീ ഹൗസ്. നമ്മുടെ നാട്ടിലെ ഏറുമാടം എന്ന് പറയില്ലേ, ഏറുമാടത്തിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വെർഷൻ, ഒരു കുഞ്ഞേറ് വീട് കേട്ടാ. അപ്പൊ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് ടേബിള്, 2 ചെയർ, ഒരു ബാൽക്കണി പോലത്തെ സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടാ. നമുക്ക് ഇങ്ങനെ നിൽക്കാം. കണ്ടില്ലേ, താഴെ മഞ്ഞൊക്കെ കാണാം, കണ്ടാ മഞ്ഞൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂം കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം കേട്ടാ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. 2 പേർക്ക് കിടക്കാം. ഈ സാധനം പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിലൊക്കെ ബെർത്ത് പോലെ ഇത് പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കിടക്കാനുള്ള 2 പേർക്ക് കിടക്കാനുള്ള ബെഡാവും. അപ്പം അങ്ങനെ 4 പേര് നമ്മളിവിടെ കിടക്കും. ഒരു കോഫി ടേബിള്, ഹീറ്റർ, ഇവിടെ 2 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. എന്താണാവോ, അത് ഇതുമ്മയ്ക്ക് കയറാനുള്ള സ്റ്റെപ്പാന്ന് കൊണ്ടിട്ടാ. ഇത് നമ്മുടെ ബാത്റൂമിൽ ഷവറിന്റെ ഏരിയ, ടോയ്ലറ്റ്, ശമ്പളമൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ ചെക്കിന് പരിപാടി, റൂമിൽ ബാഗേജ് വെക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത സിപ്പ് ലൈന് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന് പോയി നോക്കാട്ടാ. സ്റ്റെപ്പൊക്കെ ഇറങ്ങാം. നമുക്ക് ഈ കോട്ടേജ് ആയത് ഉപകാരമായി, അധികം കയറാല്ലേ സ്റ്റെപ്പ്. നമ്മൾ ഈ സ്നോയിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വന്നു നോക്കട്ടാ. അവിടെ കുറച്ച് സ്നോ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അവിടെ സ്കേറ്റിങ് കാര്യം വന്നിട്ട് നിൽക്കണ സ്ഥലമാണത്. അതിന്റെ ഇപ്പുറത്ത് നല്ല അടിപൊളി സ്നോ ഒക്കെ ഉണ്ട് കേട്ടാ. മഞ്ഞിൽ നടക്കുമ്പോഴേ നമ്മുടെ ഷൂ ഒക്കെ വഴുക്കി നമ്മൾ 5-6 തവണ ഇടിഞ്ഞു വീണുട്ടാ. സൂപ്പറായിട്ട് നമ്മളേ കൊറേ നേരം സ്നോയിലൊക്കെ കളിച്ചിട്ടാ. സ്കേറ്റിങ്ങിന്റെ സ്കേറ്റിംഗ് ഒക്കെ 5 മണിയാകുമ്പോ തീരും. 5 മണിക്ക് വെച്ചാൽ അവിടെ ഫ്രീ ആയിരുന്നു. ആ ഭാഗത്ത് കിടലായിട്ട് കളിച്ചു മുട്ടുവരെയൊക്കെ താന്ന് പോണ്ടിട്ടാ മഞ്ഞില്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കുറെ റീലായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടാ. കുറെ പാട്ടുകൾ, ഡാൻസ് ഒക്കെ ആയിട്ട്. റീല് കാണാനൊക്കെ ആഗ്രഹമുള്ളവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ബട്ടൺ കൂടി അടിച്ചിട്ടോ അതിലും കൂടി. അപ്പൊ ഇപ്പോ ഷട്ടർ എടുക്കാൻ പോവാം. ഓൾറെഡി നമ്മൾ തെർമല് ഷട്ടർ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ 5-6 മണിയാകുമ്പോഴത്തേക്ക് ഇപ്പൊ 6 മണി നല്ല തണുത്തൂടെ. തണുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിക്കാൻ പറ്റില്ല, അത്ര തണുപ്പായി. അപ്പൊ ഷട്ടർ ഉണ്ട് എല്ലാവരും. അപ്പൊ ആ ഷട്ടർ എടുക്കാൻ വേണ്ടി പോവാ നമ്മള്. ഇനി ഷട്ടർ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോണം. പിള്ളേർക്കൊക്കെ വിശന്നു പോയി. 1-1.5-2 മണിക്കൂർ മഞ്ഞൾ കളിച്ചപ്പോഴേ നല്ല വിശപ്പായി. അപ്പൊ ഇനി റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കണം, എല്ലാവരും ഷട്ടർ എടുക്കണം. അപ്പൊ ഞാൻ ട്രീ ഹൗസിൽ പോയി എടുക്കാൻ പോവാ. അവരവിടെ താഴെ വെയിറ്റ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ആക്കണം, എന്തുള്ളത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അങ്ങനെ നമ്മൾ ഈ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ റിസോർട്ടിൽ തന്നെയുള്ള ഒരു കസാക്കിസ്ഥാൻ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിൽ വന്ന് നോക്കാൻ കേട്ടോ. അവിടെ പരമ്പരാഗത രീതിയിൽ ആളുകൾ താമസിച്ചിരുന്നൊക്കെ ഇതുപോലൊരു ടെൻറ്റുകളിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ വെറൈറ്റി കുറേ ട്രഡീഷണൽ ഫുഡ് കിട്ടും കേട്ടോ. നമുക്ക് നമ്മളേ ജ്യൂസ് മേടിച്ചാട്ടാ. പാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ ഒരു മൊഹീറ്റോണ് മേടിച്ചത്. 1 ലിറ്റർ 3500 എനിക്കെന്നുള്ള ചാർജ് വന്നിട്ടാ. ഇങ്ങനെ വലിയൊരു കുപ്പിയിൽ 4 ഗ്ലാസ് ആയിട്ട് കൊണ്ടു തന്നേക്കണവര്. മാഷ്ഡ് പൊട്ടാറ്റോ വിത്ത് മട്ടൺ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അതിന്റെ വന്ന സംഭവം. സൂപ്പ് എങ്ങനെയുണ്ട്? നൂഡിൽ സൂപ്പ്, ചിക്കൻ ഉണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ടല്ലേ. രാമന്റെ ഒരു ബന്ധുവിന്റെ പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞ് 2 വന്നിട്ടുണ്ട് കേട്ടോ. കസാക്കിസ്ഥാൻ സ്പെഷ്യൽ ഫ്രഞ്ച് ഫ്രൈസും സൂപ്പ്, മാഷ്ഡ് പൊട്ടാറ്റോ വിത്ത് മട്ടൺ, പിന്നെ കസാക്കിസ്ഥാൻ ലോക്കൽ ഹോട്ടലും. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് കേട്ടാ ഇതിന്റെ കുളത്തും കാര്യങ്ങളൊന്നും അവർ ഫിക്സ് ചെയ്ത് തന്നിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. ഇപ്പൊ നമ്മൾ നേരെ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് സ്റ്റാഫ് വന്നത് കുളത്തൊക്കെ ഫിക്സ് ആക്കി അതിൽ കംഫർട്ടറും തലോണൊക്കെ വെച്ച് റെഡിയാക്കി തന്നുട്ടാ. കുട്ടികളൊക്കെ കിടത്തിയതിനു ശേഷം ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ രാത്രി
നൈറ്റ് സ്കീയിങ്ങിന്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. രാവിലത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മണിക്ക് നിർത്തിയെങ്കിൽ അതിന് ശേഷം അവരൊരു രാത്രി ഒരു 11 മണി 12 മണി വരെയൊക്കെ ഈ സ്കീയിങ് നമുക്ക് ഇങ്ങനെ കാണാം. ഇതിൽ പഠിക്കുന്ന ആളുകളെയും കാണാം, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെയും കാണാം. പഠിക്കുന്ന അറിയാത്ത ആളുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് തവിടുപൊടിയായിട്ട് വീഴുന്നത് നമ്മൾ പലപ്പോഴും കണ്ടുട്ടാ. പക്ഷെ എന്നാലും നമ്മൾ രാത്രി മറ്റ് റിസോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ വെളിച്ചോ ആക്ടിവിറ്റിയോ കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് നാട്ടിലെ ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയ ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുക. കാരണം കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സ്കീ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ ട്രീ ഹൗസിൽ മുഴുവൻ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് കാണാം. പിന്നെ ഇത് മഞ്ഞായതുകൊണ്ട് താഴെ ഈ വെളിച്ചം മുഴുവൻ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് താഴത്ത് മുഴുവൻ നമ്മൾ താമസിക്കുന്ന ട്രീ ഹൗസിന്റെ അടിഭാഗം മുഴുവൻ ഒരു ലൈറ്റ് ബ്ലൂ ഒരു വൈറ്റ് കളർ ഷെയ്ഡിൽ ലൈറ്റ് നമുക്ക് രാത്രി മുഴുവൻ ഇങ്ങനെ കാണാട്ടാ. നമ്മൾ താമസിക്കുന്ന ട്രീ ഹൗസിന്റെ പുറത്തേ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ രാത്രി ഇവർ സ്കീ ചെയ്യുന്ന കാഴ്ചകൾ മുഴുവൻ കണ്ട് ഇങ്ങനെ കസാല വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ഇപ്പൊ സമയം രാവിലെയായി. ഇനിയിപ്പോ രാവിലെ ഇതിന്റെ ഒരു കാഴ്ച കാണാന്നുള്ള പ്ലാനിൽ ഒന്നിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് ഒരു മിഡിൽ റേഞ്ചിലാണ് താമസിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരുപാട് മുകളിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങളെ കണ്ടത്. അങ്ങനെ രാവിലെ എണീറ്റൊരു ബ്രേക്ക്ഫാസ്റ്റിന് കോഫിയൊക്കെ കുടിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. എക്സസൈസ് ചെയ്യാനുള്ള ഏരിയ, കളിക്കാനുള്ള ഏരിയ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ നിൽക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ ഏകദേശം ഒരു 10:11 കൂടിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ഒരു 1:30 1:45 ഫ്ലൈറ്റ് ഉള്ളത്. നമ്മൾ നിൽക്കുന്ന ട്രീ ഹൗസ് എന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്കീയിങ്ങിന്റെ സംഭവം ഓണായിട്ടാ. രാവിലെ തന്നെ ആളുകളൊക്കെ സ്കീ ചെയ്യാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് ഇനി ലഗേജൊക്കെ എടുത്ത് ചെക്കൗട്ട് ആക്കുള്ളൂ നമ്മൾ. ഇപ്പോൾ രാവിലെ സമയം 9 മണിയായിട്ടാ. 8 തൊട്ട് 11 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ട് കേട്ടാ. ഇത് ഇവിടെ ഉള്ളൊരു ജോർജിയൻ റെസ്റ്റോറൻ്റാന്ന് പറഞ്ഞിട്ടാ. ഇത് ജോർജിയ എന്ന് പറഞ്ഞ രാജ്യമാണോ അതോ അമേരിക്കയിലെ ജോർജിയയിലത്തെ റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല. ക്യാമറ ഷൂട്ടിംഗ് ഒന്നും അല്ല അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ക്യാമറ ഷൂട്ട് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മളെ ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയ കസക്കിസ്ഥാൻ ട്രഡീഷണൽ റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ തന്നെയാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്, വേറെ ചാർജും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി അവരുടെ ലോക്കൽ ഫുഡ് ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ 1-2 സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ലൈവ് കുക്കിംഗ് സെഷനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ചേട്ടാ 4 ബുൾസൈ എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പിന്നെയാണ് നമ്മുടെ മോള് പോയിട്ട് 4 സണ്ണി സൈഡ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവർ 4 ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് വയ്യാണ്ട നടന്ന് കയറി വരുന്ന സീനപ്പം നിങ്ങൾ കാണണം കേട്ടോ. സ്റ്റെപ്പ് കയറാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അടുത്താണെങ്കിൽ പോലും നമുക്കൊരു 100-200 സ്റ്റെപ്പൊക്കെ മിനിമം ഉണ്ടാവും. ചെക്കൗട്ടൊക്കെ ചെയ്ത് കാർട്ടിൽ കയറി പോവാണ് കേട്ടോ. നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് ചെക്കൗട്ടും പരിപാടിയും കഴിക്കണം, ടാക്സി ഓർഡർ ആക്കണം, പിന്നെ എയർപോർട്ടിലേക്ക് പോകണം. അങ്ങനെയാണ് പരിപാടികളുള്ളത്. അറിയോ ട്രിപ്പൊക്കെ അടിപൊളിയല്ലേ? ട്രിപ്പൊക്കെ സൂപ്പർ ആയിട്ടില്ലേ? റൂമിൽ നിന്ന് റിസപ്ഷനിലേക്ക് അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ടേ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവരവരുടെ വണ്ടി വിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തന്നെ അവർ റിസപ്ഷൻ വരെ കൊണ്ട് ചെന്നാക്കൂട്ടാ. നമ്മളേ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഷട്ടിൽ ബസ്സിൻ്റെ ഇട താഴത്തേക്ക് താഴെ പോയാലേ നമുക്ക് ആൻഡെക്സിൻ്റെ ടാക്സി ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ടാക്സിൻ്റെ ഡ്രൈവർമാരൊക്കെ നിൽക്കുന്നുണ്ട്. അവർ നമ്മളോട് ആദ്യം 10,000 പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു 10,000 വേണ്ട. അപ്പം പറഞ്ഞു ബിസിനസ് ക്ലാസ് വണ്ടിയാണ്, BMW കാണിച്ചിട്ട് പറഞ്ഞേ. വണ്ടി വന്നപ്പോൾ 2 ചേട്ടാ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ലാസ്റ്റ് നമ്മൾ പേശി 7,000-ന് ഫിക്സ് ആക്കി. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ 5,800 ആയിട്ടെങ്കിൽ പ്ലസ് ഒരു 2,000 ടോളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7,500 ആയിരുന്നു. അപ്പോൾ 7,000-ന് കുഴപ്പമില്ല. അങ്ങനെ നമ്മളേ അവിടെ നിന്ന് എയർപോർട്ടിലോട്ട് ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. കടയിൽ വെച്ച് ടാക്സിക്കാരന് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ കയറി തന്നെ. Salim, India, I love you. Oh. Okay, thank you. India. India. Midun Chakravarti. Istanbul. Istanbul. Salam alaikum. Turkiya. Acha. Istanbul. You here work? You work here? Это что? This one YouTube. YouTube? Меня, давай. You come. Hey, hi. Hi. Thank you. Bye.
അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ കിടിലൻ കസാഖിസ്ഥാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അൽമാട്ടി എയർപോർട്ടിൽ നിന്ന് ദുബായിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് കാത്തിരിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ഈ കസാഖിസ്ഥാൻ ട്രാവൽ സീരീസ് നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഐറ്റിനറീൻ്റെ വീഡിയോ അതുപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.